ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. നമ്മള് അഞ്ചാമത്തെ ശ്ലോകം ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തായാലും ശ്ലോകം ഒരു പ്രാവശ്യം വായിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. नास्ता धर्मेण वसुनिचये नैव कामोपभोगे यद्भाव्यं तद्भवतु भगवान् पूर्वकर्मानुरूपम् एतत् प्रार्थयं मम बहु मतं जन्म जन्मान्तरेऽपि त्वत्पादाम्बोरुह युगगता निश्चल भक्तिरस्तु. പ്രാവശ്യം വായിക്കും ആരെങ്കിലും. धर्मेण वसुनिजये नैव कामोपभोगे यद्भाव्यं तद्भवतु भगवन् पूर्वकर्मानुरूपम् एतत् प्रार्थ्यं मम बहुनिधं जन्म जन्मान्तरपादाम्बोरुहयुगगदा എവിടുന്ന ശബ്ദം കേൾക്കുന്ന? നിഷമാതയുടെ. ഓക്കെ, ആവശ്യമുള്ളപ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ട് മ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ മാതാജി. Oh my Lord, I have no attachment for religiosity or for accumulating wealth or for enjoying sense gratification. Let these come as they inevitably must in accordance with my past deeds. But I do pray for this most cherished boon, birth after birth. Let me render unflinching devotional service unto your true lotus feet. അപ്പോൾ കുലശേഖർ ആൾവാർ പറയുന്നത്, എനിക്ക് ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല, ഞാൻ അതൊന്നും ചോദിക്കുന്നില്ല. എനിക്ക് എന്താണ്, ജന്മജന്മാന്തരമായിട്ട് എനിക്ക് എന്ത് വേണം? അങ്ങയുടെ പാതാരബന്ധത്തിനെ എപ്പോഴും സേവ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരണേ, ഭാഗ്യം ഉണ്ടാക്കി തരണേ എന്നാണ്. അതേ ഒരേ ഒരു സാധാരണ എല്ലാവരും ഈ പുരുഷാർത്ഥത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക അല്ലെ. എന്താണ്? ധർമ്മ അർത്ഥ കാമമോക്ഷ. ഇവിടെ കുലശേഖർ ആൾവാർ പറയുന്നത്, എനിക്ക് യാതൊരു താല്പര്യമില്ല, എനിക്ക് എത്ര ജന്മം കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് അങ്ങയുടെ പാതാരബിന്ദത്തിനെ ഏത് ജന്മം എവിടെ ജനിച്ചാലും കുഴപ്പമില്ല, ഏത് സിറ്റുവേഷനിൽ ജനിച്ചാലും കുഴപ്പമില്ല, ഏത് കണ്ടീഷനിൽ ജനിച്ചാലും കുഴപ്പമില്ല, അങ്ങയെ ഒരിക്കലും മറക്കാൻ പാടില്ല, അങ്ങയുടെ പാതാരബിന്ദത്തിനെ എപ്പോഴും സേവിക്കാനുള്ള ആ ഭാഗ്യം ഉണ്ടാവട്ടെ, ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ ഇതാണ് ഈ മുമ്പത്തെ പാരഗ്രാഫിൽ പറഞ്ഞ് ധർമ്മ അർത്ഥ കാമ മോക്ഷ, റിലീജിയസിറ്റി, എക്കണോമിക് ഡെവലപ്മെന്റ്, സയൻസ് ഗ്രാറ്റിഫിക്കേഷൻ, സാൽവേഷൻ. ഇതിന് എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. അപ്പൊ എന്താണ് ജെന്യൂൻ? അപ്പൊ അതൊക്കെ ജെന്യൂൻ റിലീജിയൻ ഹവർ ഡസ് നോട്ട് കൾമിനേറ്റ് ഇൻ ഈദർ എക്കണോമിക് ഡെവലപ്മെന്റ്, സയൻസ് ഗ്രാറ്റിഫിക്കേഷൻ, സാൽവേഷൻ. ശരിക്കുള്ള ധർമ്മം, പരോധർമ്മം, അത് ഇതൊന്നല്ല എന്നാണ് പറയുന്നത്. ശരിക്കുള്ള ധർമ്മം, ജെന്യൂൻ റിലീജിയൻ, അതായത് ധർമ്മം എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടല്ല, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല, മുക്തിക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ ധർമ്മം ശരിക്കും പാലിക്കുന്നത്. ധർമ്മം എന്ന് പറഞ്ഞാൽ
ഇവിടെ സാമാന്യധർമ്മത്തിന്റെ കാര്യമല്ല പറയുന്നത്, പരോധർമ്മത്തിന്റെ കാര്യമുണ്ട്. നമ്മൾ അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തത് ലാസ്റ്റ് ക്ലാസ്സിൽ അല്ലേ. സവൈപ്പം സാം പരോധർമ്മോ യഥോ ഭക്തി രഥോക്ഷജെ അഹൈത്തുകി അപ്രതിഹത യയാത്മാസു പ്രസീദതി. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ അതാണ് എനിക്ക് വേണ്ടത്, ആ പരോധർമ്മം, ഭഗവാന്റെ സേവനം, ജന്മാന്തരം അത് ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ ഭാഗ്യം ലഭിക്കട്ടെ. ഇതാണ് എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന എന്നാണ് പറയുന്നത്. സോ ദ പെർഫെക്ഷൻ ഓഫ് റിലിജിയൻ ഈസ് ടു അറ്റൈൻ complete satisfaction of the spirit soul, and this is accomplished by rendering devotional service to the Lord, who is beyond the perception of the material senses. അപ്പോൾ ഈ ഭഗവത് സേവനം, ഭക്തിയുത സേവനം, അത് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ പെർസെപ്ഷനിൽ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പെർസെപ്ഷൻ, അതിന് ഉപരിയാണ്. നമ്മൾ എന്താണോ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നത്, അതില് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. പക്ഷേ ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ അതിനും പറയാണ്, അതിനും അപ്പുറത്താണ്. By rendering devotional service to the Lord, who is beyond the perception of the material sense. സെൻസ് പെർസെപ്ഷന് ഉപരിയായിട്ടുള്ള തലത്തിൽ നിൽക്കുന്നതാണ് ഈ ഭഗവത് സേവനം. അതാണ് പ്യൂർ ഡിവോഷണൽ സർവീസ്. When the living being directs his eternal service attitude toward the eternal supreme being, such service can never be hampered by any sort of material hindrance. അപ്പോൾ ഏതൊരു ഭൗതിക തലത്തിലുള്ള ഹിൻഡ്രൻസ് ഇംപെഡിമെന്റ്, വിഘ്നങ്ങൾ വന്നാലും ശരി, നമ്മൾ ആ ശുദ്ധ തലത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ, ശുദ്ധനാമം നമ്മൾ ജപിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ശുദ്ധനാമം എന്ന് പറഞ്ഞാൽ ആ ശുദ്ധ തലത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. നമ്മളിപ്പോൾ നാമം ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് 3 തരത്തിലുള്ള ഇതുണ്ട്: നാമാപരാധം, നാമാഭാസം, പിന്നെ ശുദ്ധനാമം. അപ്പോൾ ആദ്യത്തെ ലെവല് നമ്മൾ നാമാപരാധം, നാമം ചെയ്യുമ്പോൾ ഒരുപാട് അപരാധങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നാമാഭാസം, ക്ലിയറിംഗ് സ്റ്റേജാണ്. പിന്നെ ശുദ്ധനാമം. അപ്പോൾ ആ ശുദ്ധനാമത്തിൽ എത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഭൗതിക തലത്തിലുള്ള ഇന്ദ്രിയ വിഷയങ്ങളിൽ നമുക്ക് അതിൻ്റെ ഒരു ഡിസയർ, ആഗ്രഹം, അല്ല അതിനുള്ള ആസക്തി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഭഗവത് സേവനത്തിലായിരിക്കും കൂടുതൽ ആസക്തി. കാരണം അതാണ് ശരിക്കുള്ള ധർമ്മം എന്ന് ആ തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ചാൻഡിങ് പ്രോസസ്സ് അതിനെ വളരെ സിൻസിയറിറ്റിയോട് കൂടിയിട്ട് അറ്റൻറ്റീവായിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു വഴിപാട് നമ്മളെല്ലാം വെച്ചാൽ ഞാൻ എസ്പെഷ്യലി വഴിപാടാണ്. കാരണം ഒരു പ്രതിജ്ഞ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഗുരു മഹാരാജിന്റെ കൊടുത്ത പ്രതിജ്ഞയ്ക്ക് എങ്ങനെയെങ്കിലും 16 മാല ചൊല്ലി തീർക്കുക എന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം തിയററ്റിക്കലി അത് പോരാ. നമ്മള് നാമാപരാധത്തിൽ നിന്നാ പോരാ, നാമാഭാസത്തിൽ നിന്നാ പോരാ, ശുദ്ധനാമത്തിൽ എത്തണം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനുള്ള പ്യൂരിറ്റി നമുക്ക് എത്തിയിട്ടില്ല. തിയററ്റിക്കലി അറിയാം, അത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ആ പ്യൂരിറ്റി നമുക്ക് എത്തിയില്ല. അപ്പൊ എപ്പോഴാണോ ആ തലത്തിലേക്ക് എത്തുന്നത്, അപ്പൊ നമുക്ക് ഭക്തിയുത സേവനത്തിന് രുചി കൂടും, ആസക്തി കൂടും. അതേ സമയത്ത് തന്നെ നമ്മുടെ ഭൗതിക ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള ആസക്തി കുറയുകയും ചെയ്യും. അതാണ്. അല്ലെങ്കിൽ എന്താണ്, ഇന്ദ്രിയ വിഷയങ്ങളിൽ ഇപ്പൊ നമ്മൾ 24 മണിക്കൂർ നമ്മളോട് ചാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചാൻഡ് ചെയ്യാൻ പറ്റുമോ? നമുക്കറിയാം 24 മണിക്കൂറും നമ്മൾ ഭഗവാനെ സ്മരിക്കണം എന്നാ പറയുന്നത് അല്ലേ. സതതം കീർത്തയന്തോ മാം കീർത്തനീയ സദാഹരി അല്ലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മളുടെ മനസ്സില്, നമ്മളുടെ ഹൃദയത്തില് ഒരുപാട് കന്മശങ്ങളുണ്ട്. അത് ശുദ്ധീകരിച്ചാൽ മാത്രമേ നമുക്ക് ആ തലത്തിലേക്ക് വരാൻ പറ്റൂ. നേരെ മറിച്ച് നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ, ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി, നമ്മുടെ എല്ലാ ആചാര്യന്മാരും 24 മണിക്കൂറും ചാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ചാൻഡ് ചെയ്യാൻ പറ്റും. കാരണം അവരാ തലത്തിലാണ്, അവര് ശുദ്ധനാമം ജപിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് എത്ര ജപിച്ചാലും മടി വരില്ല. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയുടെ ആശ്രമത്തിലെ മഠത്തിലെ ഒരു ഭക്തനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഭക്തി രക്ഷസ് ശ്രീധര സ്വാമി മഹാരാജ് തോന്നുന്നു. അതായത് പ്രഭുപാദരെ ഗോഡ് ബ്രദർ, പ്രഭുപാദയ്ക്ക് സന്യാസം കൊടുത്തത് അദ്ദേഹമാണ്. 24 മണിക്കൂറും ജപിക്കാൻ പറ്റി, വേറൊന്നുമില്ല.
അപ്പൊ എല്ലാവരും വിചാരിക്കും ഇദ്ദേഹത്തിന് വേറൊരു പണിയില്ല. അപ്പൊ ചെന്ന് കംപ്ലൈന്റ് ചെയ്തു പറഞ്ഞു ഗുരു മഹാരാജാണ്, അത് ഭക്തി സിദ്ധാന്ത സരസ്വതി. ഇദ്ദേഹം ഒരു ജോലിയും ചെയ്യുന്നില്ല, ഒരു സേവനം ചെയ്യുന്നില്ല, വെറും ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഗുരു മഹാരാജ് പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് ആ ജോലി തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യണ്ട. എന്താ നമ്മുടെ ഫുഡ്, അക്കോമഡേഷൻ ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഒരു ജോലിയും ചെയ്യണ്ട, വെറും 24 മണിക്കൂർ ചാൻഡി മാത്രമേ കണ്ടു. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ തലത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. 24 മണിക്കൂറും ചാൻഡി പറഞ്ഞാൽ ചാൻഡിയും അതിനുള്ള രുചി അവിടെ കൾട്ടിവേറ്റ് എടുത്തിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട് ഭഗവാന്റെ കൃപ കൊണ്ട്. അതുകൊണ്ടാണ് കുലശേഖർ ആൾവാറും ഇതാണ് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് ഭൗതിക തലത്തിലുള്ള ഈ ധർമ്മ അർത്ഥ കാമോക്ഷ, അതായത് പുരുഷാർത്ഥത്തില് യാതൊരു വാസനയില്ല, യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല, യാതൊരു ആഗ്രഹങ്ങളും ഇല്ല. അപ്പൊ അതിലുപരി അങ്ങയുടെ നാമം എപ്പോഴും ജപിക്കാനും അങ്ങയെ സേവിക്കാനുമുള്ള ആ ഭാഗ്യം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. So when the living being directs his eternal service attitude toward the eternal supreme being, such service can never be hampered by any sort of material hindrance. അപ്പൊ നമുക്ക് ആ രുചി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെ ഭൗതിക തലത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായാലും ശരി, വിഘ്നങ്ങൾ ഉണ്ടായാലും ശരി, അതൊന്നും നമ്മളെ ബാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവോഷണൽ ആക്ടിവിറ്റീസ് നമുക്ക് തന്നത്. കാരണം ഒരു ആക്ടിവിറ്റി നമ്മൾ കുറെ നേരം ചെയ്താൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, അപ്പോൾ കുറച്ച് സമയം നമ്മൾ ചാൻഡ് ചെയ്യണം, പിന്നെ ഭാഗവതം വായിക്കുന്നു, ഭഗവത്ഗീത വായിക്കുന്നു, ഡേറ്റി വർഷിപ്പ് ചെയ്യുന്നു, കീർത്തൻ ചെയ്യുന്നു, പ്രസാദം ഉണ്ടാക്കുന്നു, അങ്ങനെ പല ആക്ടിവിറ്റി ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അല്ലേ. ഒരേ ഒരു ആക്ടിവിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മളോട് പറയാ ഒരു രാവിലെ 10 മണിക്ക് മുതൽക്ക് വൈകുന്നേരം 6 മണി വരെ ഭാഗവതം പഠിക്കാൻ പറഞ്ഞാൽ എത്ര ദിവസം പഠിക്കാൻ പറ്റും? എത്ര ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും? പിന്നെ പ്രൊഫഷനായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, ഭാഗവത സപ്താഹമായിട്ട് അവർ പ്രൊഫഷനായിട്ട് 2-3 മണിക്കൂറൊക്കെ അവർ വായിക്കും. അത് കഴിഞ്ഞാൽ ഒരു ചായ, ഒരു കടി, അത് ഞാൻ വീണ്ടും കുറച്ച് വായിക്കും, പിന്നെ പ്രസാദമായി വെച്ച് അത് കഴിഞ്ഞ് വീണ്ടും, അങ്ങനെ പ്രൊഫഷനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ വായിക്കുകയായിരിക്കും, അല്ലാത്തവർക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് വി വാണ്ട് വെറൈറ്റീസ്. അതിൻ്റെ ഇടയില് ഭഗവാന്റെ ശൃംഗാരം ചെയ്യാം, ഡേറ്റി വർഷിപ്പ് ചെയ്യാം, ആരതി ചെയ്യാം അല്ലെ, അഭിഷേകം ചെയ്യാം, പ്രസാദം ഉണ്ടാക്കാം, ഓഫർ ചെയ്യാം, വീണ്ടും എന്താ പറയുക ആരതി, പിന്നെ കുറച്ച് സത്സംഗം, പിന്നെ ചാൻഡിങ്, പിന്നെ കീർത്തൻ, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരേ ഒരു ഐറ്റം നമ്മൾ ചെയ്യാം, നമുക്കറിയാം അതാണ് വേണ്ടത്. അപ്പോൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ആക്ച്വലി ഭാഗവതം വായിക്കണം, ഭഗവത്ഗീത വായിക്കണം, ഡേറ്റി വർഷിപ്പ് ചെയ്യലും, കീർത്തൻ ചെയ്യലും, ബാക്കിയെല്ലാം ചെയ്യുന്നത് ഈ ചാൻഡിങ്ങിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ചാൻഡിങ്ങിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അഡീഷണൽ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പ്രഭുപാദ് പറയുന്ന 99% എന്താണ് നമ്മളുടെ ആ ഡിവോഷണൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ചാൻഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. നമ്മളുടെ ചാൻഡിങ്ങിന്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ചാൻഡിങ്ങിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഈ ഐറ്റംസ് ഒക്കെ, ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, സച്ച് ട്രാൻസെൻഡന്റ് സർവീസ് ഈസ് എബവ് ഈവൻ സർവേഷൻ. അപ്പൊ ആ ഭക്തിയുത സേവനം മുക്തിക്കും പറയാണ്, മോക്ഷത്തിനും പറയാണ്. ആൻഡ് ദെർഫോർ ഇറ്റ് certainly does not aim at any kind of material reward in the shape of name, fame or gain. അപ്പോൾ ഇത് നമ്മളുടെ പേരോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭേച്ഛയോട് കൂടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മനസ്സിനും ഹൃദയത്തിനും നമ്മുടെ ആത്മാവിനും തൃപ്തി ഉണ്ടാവും. ഏ ആത്മാ സുപ്രസീദതി, നമ്മുടെ ആത്മാവിനും. കാരണം എന്താണ്? ഈ ആത്മാവ് ഇൻഡിവിജ്വൽ, ജീവാത്മാവ് പരമാത്മാവായിട്ടുള്ള ബന്ധം കാരണം ആ പരമാത്മാവിനെ നമ്മൾ പ്രീതിപ്പെടുത്തുമ്പോൾ ആ പരമാത്മാവിന്റെ അംശമായിട്ടുള്ള ജീവാത്മാവിനും തൃപ്തി, സന്തോഷം, ആനന്ദം വരും. നമ്മളിപ്പോ നമ്മളുടെ ശരീരത്തിനെയാണ് നമ്മൾ പ്രീതിപ്പെടുത്താൻ നോക്കുന്നത്, ആത്മാവിനല്ല. അപ്പൊ ഇത് ആത്മാവിന്റെ തലത്തിലാണതെല്ലാം. ഭഗവത്ഗീത, ഭാഗവതം, ചാൻഡിങ്, ഓക്കെ, ഇതെല്ലാം ആത്മാവിന് സംതൃപ്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളെ ആത്മാവിന്റെ സംതൃപ്തിക്കല്ല, മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലെ.
നമുക്ക് ചാൻഡ് ചെയ്താൽ നല്ലപോലെ ചാൻഡ് ചെയ്താൽ മനസ്സിന് സമാധാനം കിട്ടും, നമ്മളുടെ ഭൗതിക ക്ലേശങ്ങൾക്കൊക്കെ സമാധാനം കിട്ടും. ആ തരത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. പക്ഷെ ശരിക്കും ഇത് ആർക്കാണ്? ആത്മാവിനാണ് സംതൃപ്തി, മനസ്സിന്റെ അല്ല. മനസ്സ് യെസ് ഒരു ലെവൽ വരെ ഉണ്ട്, പക്ഷെ അതിനും ഉപരിയായിട്ട് ആർക്കാണ് ശാന്തിയും സമാധാനവും സന്തോഷം വേണ്ടത്? ആത്മാവിന്റെ. ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. അല്ലാണ്ട് നമ്മള് പേരും പ്രശസ്തിക്കും അല്ലെങ്കിൽ ലാഭത്തിനും വേണ്ടിയിട്ടല്ല ഈ ചാൻഡിങ്ങും മറ്റ് ഭക്തിയുത സേവനങ്ങളും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ വൺ ഹു എൻഗേജസ് ഇൻ ദ ട്രാൻസെൻഡന്റ് ലവിംഗ് സർവീസ് ഓഫ് ദ സുപ്രീം ബീയിങ് automatically attains detachment from material name, fame, and gain, which are aspired for only by those who do not understand that this name, fame, and gain are merely shadows of the real thing. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഈ പ്യുവർ ഡിവോഷണൽ സർവീസിൽ ഏർപ്പെടുന്നത്, ഓട്ടോമാറ്റിക്കലി അവർക്ക് ഭൗതിക തലത്തിലുള്ള ആ കാര്യങ്ങളിൽ നിന്ന് വിരക്തി കിട്ടും. അവർക്ക് അതിനോട് ആസക്തി ഉണ്ടാക്കില്ല. അതെല്ലാം തുച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ തുച്ഛമാണ്. അതിലും എത്രയോ മുകളിലാണ് നമ്മുടെ ആത്മസംതൃപ്തിക്ക് ചെയ്യുന്ന ഈ ഭക്തിയുത സേവനം. ഓക്കെ, അല്ലാണ്ട് നമ്മളുടെ പേരിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭത്തിനോ വേണ്ടിയിട്ടല്ല ഇതെല്ലാം ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായി, ഇതെല്ലാം ഒരു ഷേഡോ മാത്രമായിട്ടാണ് കാണുന്നത്. ഷേഡോ പറഞ്ഞാൽ നിഴല്, അത് ശരിക്കുള്ള സബ്സ്റ്റൻസ് അല്ല. So therefore the pure devotee of Lord Vasudeva, enlightened by the transcendental service attitude, has no attraction for such false things as religiosity, economic development, sense gratification, or salvation, the last snare of Maya. Okay, ഇതിൽ എന്താണ് ഈ പുരുഷാർത്ഥങ്ങൾ? എന്താണ്? The last snare of Maya. മായയുടെ അവസാനത്തെ എന്താണ് പറയാം? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് മലയാളത്തിൽ എന്താ ചെയ്തിരിക്കുന്നത്? പ്രഭാവമല്ല, എന്താണ് പറയാ? ലാസ്റ്റ്, ആ പാരഗ്രാഫിൽ ലാസ്റ്റ് ഭ്രമോ. ഇതിലിരിക്കുന്ന പ്രഭു, അതീന്ദ്രിയ സേവന മനോഭാവത്താൽ ഉദ്ബോധിതനായ ഒരു നിർമ്മല ഭക്തന് ഇത്തരം മിഥ്യവസ്തുക്കളായ ധർമ്മം, അർത്ഥം, കാമം, മായയുടെ അവസാനത്തെ കുരുക്കായ മോക്ഷം എന്നിവയിൽ ആകർഷണം ഉണ്ടാകുന്നില്ല. അവസാനത്തെ കുരുക്ക് അല്ലേ? അവസാനത്തെ കുരുക്ക്. അപ്പൊ ഈ പുരുഷാർത്ഥങ്ങൾ, ധർമാർത്ഥ, കാമ, മോക്ഷ, ഇതൊന്നും ഇത് എന്താണ് ഇവിടെ പറയുന്നുണ്ട്? നോക്കി, ഫോൾസ് തിങ്സ് എന്നാ പറയുന്നത്. അത് ആക്ച്വലി നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞാണ്. ഇതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ആവറേജ് എല്ലാവരും, അതായത് മാക്സിമം ആൾക്കാർ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ധർമ്മം ഫോളോ ചെയ്യുന്നത്. പക്ഷെ എന്താ ഇവിടെ പറയുന്നത്? കുലശേഖർ പ്രഭുപാദ പർപ്പോട്ടില് ദിസ് ലാസ്റ്റ് സ്നെയർ ഓഫ് മായ, അവസാനത്തെ കുരുക്കാണത്. ഓക്കെ, ഇതെല്ലാം ഫോൾസ് ആണെന്ന് പറയുന്നത്. ഇത് ശരിക്കുള്ള ധർമ്മമല്ല, പരമധർമ്മമല്ല എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന്. സോ ഈവൻ ലിബറേഷൻ, ഈവൻ മുക്തിയും അതിനാണ്. നമ്മളുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷനാണ് മുക്തി. നമ്മൾക്ക് ഈ ഭൗതിക ലോകത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഈ ക്ലേശങ്ങളിൽ നിന്ന് കരകയറണം. അല്ലാണ്ട് ഭഗവാനോട് സ്നേഹം ഉണ്ടായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ മുക്തി നമ്മളുടെ എന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, ഭഗവാനെ സേവിക്കാനുള്ള ആഗ്രഹമല്ല. ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ ലയിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഒരു ജന്മം കിട്ടില്ല. എൻ്റെ വ്യക്തിത്വത്തിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് ആക്ടിവിറ്റീസ് ചെയ്യേണ്ട, ആക്ടിവിറ്റീസ് ചെയ്താലല്ലേ കർമ്മഫലം അനുഭവിക്കേണ്ടി വരൂ. ആ ഒരു സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്കുള്ളത് മുക്തിയുടെ പിന്നാലെ. അതാണ് ഇവിടെ വരുന്നത്. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് നെയർ ഓഫ് മായ എന്ന് പറയുന്നത്. സോ ദ പർപ്പസ് ഓഫ് പെർഫോമിംഗ് റിയൽ റിലിജൻ ഈസ് ടു അറ്റൈൻ അറ്റാച്ച്മെന്റ് ഫോർ ഹിയറിംഗ് ആൻഡ് ചാൻഡിങ് ദ മെസ്സേജ് ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. അതാണ് ശരിക്കുള്ള റിലിജൻ, ശരിക്കുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ നാമത്തിനെ ശ്രവിക്കാനും ഭഗവാന്റെ ലീലകളെ ശ്രവിക്കാനും പിന്നെ യെസ് അങ്ങനെയുള്ള ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ഇതിനുള്ള ആസക്തി, ഇതിനുള്ള രുചി, അത് ഡെവലപ്പ് ചെയ്യുക, അത് കൾട്ടിവേറ്റ് ചെയ്യുക. അതാണ് ശരിക്കുള്ള റിലിജൻ എന്ന്. മറ്റതെല്ലാം നമ്മളുടെ സ്വന്തം താല്പര്യത്തിന് വെച്ച്
ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ മെറ്റീരിയലിസ്റ്റിക് പീപ്പിൾ ആർ അറ്റാച്ച്ഡ് ടു ഓർഡിനറി ന്യൂസ് പേപ്പേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ദെയർ ലാക്ക് ഓഫ് സ്പിരിച്വൽ കോൺഷ്യസ്നസ്. നമുക്കറിയാം എല്ലാവരും ന്യൂസ് പേപ്പർ, മാഗസിൻ, നോവല്, സ്റ്റോറി, ഇതൊക്കെയാണ് കൂടുതൽ ആൾക്കാരും. ഈവൻ ഡിവോട്ടീസും നമ്മൾ 24 മണിക്കൂറും ഭഗവത്ഗീത തുറന്ന് വായിക്കുന്നില്ല. അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വെറൈറ്റീസ് വേണം അല്ലേ? കുറച്ച് പൊളിറ്റിക്സ്, കുറച്ച് ഫിലിം, കുറച്ച് സ്പോർട്സ്, കുറച്ച് ന്യൂസ്, ഇതെല്ലാം കേൾക്കണം. അപ്പോഴേ ഒരു അതായത് നമ്മൾ കംപ്ലീറ്റ് ആവുമെന്നുള്ളതാണ് വിചാരം. പക്ഷെ ശരിക്കും ഇതിനോട് നമുക്ക് രുചി വന്നാൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല ആക്ച്വലി. പക്ഷെ അത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് അന്വേഷിച്ച് പോകുന്നത്. കാരണം അതിനുള്ള ആ രുചി നമ്മൾ ഇതേവരെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടില്ല. Real religion develops this spiritual consciousness and also attachment for messages of God, without which all labor in the performance of religious rites is only a waste of energy. Okay. ഈ മായാവാദ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാർ, ഓക്കെ, അവർ ഭക്തിയുത സേവനത്തിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അവർക്ക് ധ്യാനം, ഒരു സെക്യുലർ പ്ലേസിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവർ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് അതായത് ബ്രഹ്മനിൽ ലയിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് വളരെ ക്ലേശം പിടിച്ചൊരു കാര്യമാണ്, വളരെ ലബോറിയസ് ആണ്. നമ്മളെപ്പോലില്ല, അത് ഭയങ്കര അത്രയും ഡിറ്റർമിനേഷൻ വേണം, അത്രയും ഓസ്ട്രേറ്റ് എടുക്കണം. നമുക്കെന്താ പറയുക, നമുക്ക് അസോസിയേഷൻ്റെ പല ആൾക്കാരോട് നമുക്ക് അസോസിയേഷൻ കൂടെ. ചിലപ്പോൾ ഭഗവത്ഗീത കുറച്ച് വായിച്ചു, ഭാഗവതം വായിച്ചു, കുറച്ച് ഡേറ്റി വർഷിപ്പ് ചെയ്തു, കുറച്ച് കീർത്തനം ചെയ്തു, ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് നമുക്ക് ഈ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എത്ര നേരം ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ധ്യാനിച്ചിരിക്കാൻ പറ്റും? ഒരു ലൈറ്റിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും, വേറെ അല്ല. ഒരു ലൈറ്റ്, എന്തെങ്കിലും ഒരു സ്പോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വിളക്കുണ്ടാവും, അതിനെ ഫോക്കസ് ചെയ്തിട്ട് പല പെർട്ടിക്കുലർ പോസ്റ്ററിൽ ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക. പറ്റുമോ? പറ്റില്ല, വളരെ ലബോറിയസ്. അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പറയുന്നത് 12th ചാപ്റ്ററിൽ, ക്ലേശോധികതരസ്തേശാം അവ്യക്താസക്ത ചേതസാം അവ്യക്ത ഹി ഗതിർ ദുഃഖം ദേഹവാബ്ദിർ അവാപ്യത. ക്ലേശോധികതര, വളരെ ക്ലേശം പിടിച്ച പ്രോസസ്സാണ്. ആർക്ക് ചെയ്യാൻ പറ്റും? അവ്യക്തമായിട്ടുള്ള രൂപമില്ല. അവർക്ക് എന്താ രൂപമില്ല? അവരെന്താണ്? ഭഗവാൻ രൂപമില്ലാത്തവനാണ് അല്ലെ, നിർഗുണനാണ്, നിരാകാരമാണ്, നിർവിശേഷമാണ്. ഇങ്ങനെയുള്ള ഭഗവാനെ എങ്ങനെ നമുക്ക് ധ്യാനിക്കാൻ പറ്റും? ഇറ്റ്സ് വെരി വെരി ലബോറിയസ്, വെരി ഡിഫിക്കൽട്ട് ടു. ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് ആ പ്രോസസ്സ് എടുക്കുന്നത്? അപ്പൊ ഇവിടെ നമുക്ക് എത്ര സരളമായിട്ടുള്ള, എത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ് തന്നിരിക്കുന്നത് അല്ലേ. നമുക്ക് യാതൊരു ഇവിടുന്ന് എല്ലാം വിട്ടിട്ട് കാട്ടിൽ പോയിട്ട് സെക്യുലർ പ്ലേസിൽ പോയിട്ട് പെർട്ടിക്കുലർ പോസ്റ്ററിൽ ഇരുന്നിട്ട് ഭഗവാനെ ധ്യാനിക്കണമെന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എവിടെ വീട്ടിലിരുന്നിട്ട് ചാൻഡ് ചെയ്താൽ മതി. അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ് ഭഗവാന്റെ ലീലകൾ കേട്ട്, ഭഗവാന്റെ പല വിധത്തിലുള്ള ഭക്തിയുത സേവനം ചെയ്തിട്ട് നമുക്ക് കീർത്തനം ചെയ്യാം, ഡാൻസ് ചെയ്യാം, പ്രസാദം കഴിക്കാം, ഡിവോട്ടി അസോസിയേഷൻ ചെയ്യാം, ധാമിൽ പോവാം, പല കാര്യങ്ങളും ചെയ്യാം. അപ്പൊ നമ്മളുടെ ഭക്തിയുത സേവനം പറഞ്ഞാൽ ഇറ്റ്സ് എൻ എന്റർടൈൻമെന്റ് ആൾസോ, മനോരഞ്ജനമുള്ള ഒരു വഴിയും കൂടിയാണ്. അല്ലാണ്ട് ഡ്രൈ ഫിലോസഫി അല്ല, അങ്ങനെ ലബോറിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സും അല്ല. അപ്പൊ അതും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ജന്മാന്തരമായിട്ട് എത്ര കൽമശങ്ങൾ നമ്മളുടെ ഹൃദയത്തിലുണ്ടെന്ന്. അത് ക്ലിയർ ആയല്ലേ ഇതിലേക്ക് ഒരു രുചി വരുള്ളൂ. അപ്പൊ നമ്മളോട് പറയാണ് ഈ ഫിലോസഫി, നിങ്ങളൊരു റൂമിൽ ഇരുന്നിട്ട് ഒരു 4 മണിക്കൂർ ഒരു ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റിനെ നോക്കിയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ഭ്രാന്തി പിടിക്കില്ലേ നമുക്ക്? പറ്റും? അത് ഒരിക്കലും പറ്റില്ല. അപ്പൊ അതാണ് ഈ നമ്മളുടെ പേഴ്സണൽ ഫിലോസഫിയും ഇംപേഴ്സണൽ ഫിലോസഫിയും തമ്മിലുള്ള വ്യത്യാസം. വളരെ ഡ്രൈ ആണ് ഇംപേഴ്സണൽ ഫിലോസഫി,
വളരെ ലബോറിയസ് ആണ്, വളരെ ബുദ്ധിമുട്ടുള്ള ക്ലേശം നിറഞ്ഞുള്ള കാര്യമാണ്. നമ്മളുടെ പേഴ്സണൽ ഫിലോസഫി പറഞ്ഞാൽ നമുക്ക് ഭഗവാനെ, ആ ത്രിഭംഗ ലളിത ഭഗവാനെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭഗവാനെ കണ്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് അവരെ വേർഷിപ്പ് ചെയ്ത് നാമം ചൊല്ലി ഡിവോട്ടി അസോസിയേഷൻ ചെയ്ത് ലീലകളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് ഭഗവാൻ തന്നെ പറയുന്നില്ലേ, മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥ എന്തച്ച മാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച. ഓക്കെ, നമ്മൾക്ക് ആനന്ദം ഇങ്ങനെ കൂടിക്കൂടി കൊണ്ടേ വരുന്നു. മറ്റത് നമ്മൾ ഡൗൺ താഴേക്കേ പോവുള്ളൂ. ഇത് നമ്മൾ കൂടുതൽ കൂടുതൽ ഭക്തി സേവനം സിൻസിയറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സന്തോഷം ഇതൊക്കെ കൂടിക്കൂടി വരും. അപ്പൊ എന്തെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. അതിനെ ഓവർകം ചെയ്യാനും അതിനെ ഫേസ് ചെയ്യാനും നമുക്ക് ശക്തിയും ഭഗവാൻ തരും. അപ്പോഴാണ് ഈ ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ അത് വൈഷ്ണവന്മാർക്ക് ഏറ്റവും ഒരു എൻത്യൂസിയസം തരുന്ന ഒരു കാര്യമാണ്. ഇത് അവർക്ക് ചെയ്യാൻ പറ്റില്ല, ഇംപേഴ്സണൽ ഡിവോട്ടീസ് ചെയ്യാൻ പറ്റില്ല. അതാണ് വ്യത്യാസം. So, without which all the labor in the performance of religious rites only waste of energy. Okay. Yeah. Real religion develops this spiritual consciousness and also attachment for the messages of God, without which all labor in the performance of religious rites is only waste of energy. നമ്മളുടെ ടൈം വേസ്റ്റ്, എനർജി വേസ്റ്റ് ആണ്. മറ്റ് പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ധ്യാനം, സെക്ലൂഡഡ് പ്ലേസിൽ പോയിട്ട് അഷ്ടാംഗ യോഗം, ആ യോഗം, ഈ യോഗം, മഠയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേസ്റ്റ് ഓഫ് എനർജിയാണ് പറയുന്നത്. Therefore, one should not practice religion with the aim of improving one's economic welfare, nor should one use one's wealth for sense gratification, nor should the frustration of one's plans for sense gratification lead one to aspire for salvation. അപ്പൊ എല്ലാവരും സാധാരണ ഈ ഭൗതിക ലോകത്തിൽ മുക്തി എന്താണ് ആഗ്രഹിക്കുന്നത്? കാണിച്ചാൽ ഇവിടെ മടുത്തു, നമുക്ക് ജീവിക്കാൻ പറ്റില്ല, എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ്. വീട്ടിലെ പ്രശ്നം, ഓഫീസിലെ പ്രശ്നം, ഫിനാൻഷ്യൽ പ്രശ്നം, കുട്ടികളുടെ പ്രശ്നം, അടുത്ത വീടുകളുടെ പ്രശ്നം, അന്യമൃഗങ്ങളുടെ പ്രശ്നം, ഒക്കെ എല്ലാ സമയത്തും ഒരു പ്രശ്നങ്ങൾ, ദേഹത്തിന്റെ പ്രശ്നം, മനസ്സിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ മുക്തി വേണമെന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ മെയിൻ റീസൺ. അല്ലാണ്ട് ഭഗവാന്റെ ആ സേവനത്തില് നമ്മള് ഒരു രുചി ഉണ്ടായിട്ടല്ല, അത് സെക്കൻഡറി ആണ് നമ്മളുടെ. അപ്പൊ ആ ഒരു മീൻസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു. മുക്തിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ സേവനം ആവശ്യമാകുന്നതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുന്നു. ഭഗവാന്റെ നാമം ചൊല്ലിയാൽ എനിക്ക് മുക്തി കിട്ടും, അപ്പൊ ഞാൻ നാമം ചെയ്യുന്നു. ഭഗവാനെ വേർഷിപ്പ് ചെയ്താൽ എനിക്ക് മുക്തി കിട്ടും, അതുകൊണ്ട് ഞാൻ വേർഷിപ്പ് ചെയ്യുന്നു. അതല്ല കാര്യം ഇവിടെ. കുലശേഖർ ആൾവാർ പറയുന്നത് ഇതൊക്കെ സെക്കൻഡറി ആണ്, ധർമ്മ അർത്ഥ കാമ മോക്ഷ, അതല്ല. അതാണ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. Yeah. Therefore, one should not practice religion with the aim of improving one's economic welfare, nor should one use one's wealth for sense gratification, nor should the frustration of one's plans for sense gratification lead one to aspire salvation or liberation from the material condition. അതായിരിക്കരുത് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, എനിക്ക് ഇവിടെ മടുത്തു, അതുകൊണ്ട് എനിക്ക് സാൽവേഷൻ വേണം, അതല്ല. So instead of indulging in sense gratification of different grades with the fruits of one's labor, one should work just to maintain the body and the soul together. അപ്പൊ നമ്മള് മിനിമം ബെയർ നെസസിറ്റീസ്, നമ്മളെ ആത്മാവിനെയും ദേഹത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ആവശ്യത്തിന് മാത്രം, ടു മെയിൻറ്റെയിൻ ദ ബോഡി ആൻഡ് സോൾ ടുഗദർ, നമ്മള് ലേബർ, നമ്മള് പണി ചെയ്യണം. അതിലും ബാക്കിയുള്ള സമയമെല്ലാം ഭഗവത് സേവനം ചെയ്യണം എന്ന് പറഞ്ഞു. With the aim of inquiring into the ultimate aims and objects of life. എന്താണ് ഈ മനുഷ്യ ജന്മത്തിന്റെ ആ ലക്ഷ്യം എന്താണ്, അത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ സേവനം ചെയ്യണം. In other words, one should inquire into the absolute truth. അഥാതോ ബ്രഹ്മ ജിജ്ഞാസ. നമ്മൾ മനുഷ്യൻ ജന്മത്തിൽ മാത്രമാണ്
ഭഗവാനെ പറ്റിയിട്ട്, ഭഗവാന്റെ പരമസത്യത്തിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എൻക്വയറി നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, മൃഗങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മനുഷ്യജന്മം കൂട്ടിയിട്ടും നമ്മൾ വീണ്ടും ധർമ്മം ചെയ്യുന്നത് അർത്ഥം, കാമം, മോക്ഷത്തിനാണെങ്കിൽ അതത്ര വലിയ തരത്തിലുള്ള കാര്യമല്ല എന്നാണ് പറയുന്നത്. ഇപ്പോ മറ്റുള്ള മൃഗങ്ങൾക്ക് ധർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് ധർമ്മം ഇല്ല. പക്ഷെ അവരും എന്താണ്, അവരുടെ കാമത്തിനാണ് അവരുടെ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട്, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട്. നമ്മളും അതേ ജോലി ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. So the absolute truth is realized in 3 phases, namely the impersonal Brahman, the localized Paramatma, and the supreme personality of God. നമുക്കറിയാം, ശ്രീമദ് ഭാഗവതത്തില് പറയുന്നത് ബ്രഹ്മേതി, പരമാത്മേതി, ഭഗവാനിതി, സബ്ദതി. 3 ആസ്പെക്ട്സിലാണ് നമ്മൾ അബ്സല്യൂട്ട് ട്രൂത്തിനെ, പരമസത്യത്തിനെ മനസ്സിലാക്കുന്നത്. A person who attains the highest stage of spiritual realization of the supreme personality of Godhead automatically prays as King Kulashekara does here. അപ്പോൾ നമ്മളെ ഹയർ സ്റ്റേജിൽ എത്തിയിട്ടുള്ള ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും എങ്ങനെയാണോ കുലശേഖര ആൾവാർ പ്രാർത്ഥിക്കുന്നത് അത് പ്രകാരം പ്രാർത്ഥിക്കും എന്നാണ് പറയുന്നത്. So only one who renders devoted service to the Lord can attain this stage of indifference to the false and temporary assets of the material nature. Such devotional service is not a mental concoction of depraved persons, but is an actual process of God realization characterized by full cognizance and detachment and based on Vedic literature. അപ്പൊ നമ്മളുടെ ഈ ഭക്തി സേവനം മുഴുവൻ എന്താണ്, നമ്മളുടെ ശരിക്കുള്ള അറിവിന്റെയും, അതായത് ജ്ഞാനം, വൈരാഗ്യം, ചുരുക്കത്തില്. ഓക്കെ, ജ്ഞാനം വൈരാഗ്യം, അത് എങ്ങനെയാണ്? ജ്ഞാനം, ഭക്തി മീൻസ് ജ്ഞാനം ഉണ്ടായിരിക്കണം, വൈരാഗ്യം ഉണ്ടായിരിക്കണം, അതാണ് ഭക്തി. ജ്ഞാനമുണ്ട്, വൈരാഗ്യമില്ല, അപ്പൊ ഭക്തി ആവില്ല. വൈരാഗ്യമുണ്ട്, ജ്ഞാനമില്ല, അപ്പം ഭക്തി ആവില്ല. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ശരിക്കുള്ള ഭക്തി വരുന്നത്. ജ്ഞാനം വേണം, വൈരാഗ്യം വേണം. So-called devotional practices that have no reference to the rules and regulations set down in such books of Vedic literature as the Shruti, the Smriti, the Puranas, and the Pancharatras are not bona fide. Okay? ഒരുപാട് ഡിവോഷണൽ പ്രാക്ടീസസ് ആൾക്കാർ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത് കാണാം. എല്ലാം വിംസിക്കലി ചെയ്യുന്നതാണ്. അത് ഇങ്ങനത്തെ ആ നിയമങ്ങളും ഒന്നും ശരിക്കുള്ള വേദിക് ലിറ്ററേച്ചർ ഇല്ലെങ്കിൽ അത് ഏതെല്ലാം വേദിക്, ശ്രുതി, സ്മൃതി, പുരാണ, പാഞ്ചരാത്ര, അതൊന്നും ബോണഫൈഡ് അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ സെൽഫ് റിയലൈസ് സോൾസ് advises to reject such pseudo devotional practices. Pseudo means imposter. ജസ്റ്റ് അഭിനയിക്കുകയാണ്, ശരിക്കുള്ള പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരുടെ imposters, which simply create a disturbance on the path of spiritual realization. അപ്പോൾ അത് നമ്മളെ ഒരു ഡിസ്റ്റർബൻസ് മാത്രമായിരിക്കും നമ്മുടെ ഡിവോഷണൽ ലൈഫിൽ. Only by sincerely engaging in the service of the Lord according to the injunctions of scriptures can one gradually become a qualified devotee of the Lord, and it does not matter whether it takes many repetitions of birth and death, life after life. അപ്പോൾ അതിൽ എത്ര ജന്മം എടുത്താലും ശരി കുഴപ്പമില്ല. പക്ഷെ നമ്മള് വളരെ സിൻസിയർലി ഭഗവാന്റെ ആ സ്ക്രിപ്റ്റേഴ്സിൽ, വേദിക് ലിറ്ററേച്ചറിൽ എന്താണ് പറയുന്നത്, പരോധർമ്മത്തിന് വേണ്ടിയിട്ടുള്ളത്, എനിക്ക് ഉത്തമമായിട്ടുള്ള ഭക്തിക്ക് വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്യണം. അതിന് എത്ര ജന്മം എടുത്താലും ശരി അതിലേക്കായിരിക്കണം നമ്മളുടെ ആ ലക്ഷ്യം, നമ്മളുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ ആഗ്രഹം അതായിരിക്കണം. അല്ലാണ്ട് സാമാന്യ ധർമ്മത്തിനല്ല. സാമാന്യധർമ്മം എല്ലാവരും ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം ടു സെർവ് ദ സുപ്രീം ലോർഡ്. ഓക്കെ, മുക്തിയല്ല. സാധാരണ ആൾക്കാരോട് ചോദിച്ചാൽ എന്താണ് മുക്തി എന്ന് പറയും. മുക്തി ഇസ് ഇൻകംപ്ലീറ്റ്. മുക്തി അതും എന്താണ്, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്, എൻ്റെ സ്വന്തം ഇതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ഭക്തിയാണ്. ഇവിടെ ഭക്തി മീൻ പറഞ്ഞാൽ unalloyed, uninterrupted, unmotivated, ceaseless, seamless, selfless service to the Supreme Lord
for the pleasure and satisfaction of the self. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് നിർത്താം ഇവിടെ. 6 അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय। श्रील प्रभुपाद की जय। गुरु महाराज की जय। गो प्रेमानंदे हरि हरि बोल।